ബ്രിട്ടന്റെ അഭിമാനമായ നാഷണൽ ഹെൽത്ത് സർവീസും രാജ്യത്തെ കെയർ ഹോമുകളും ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയുടെ വക്കിലാണെന്ന് അന്താരാഷ്ട്ര തലത്തിലുള്ള വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. പതിറ്റാണ്ടുകളായി വിദേശ നഴ്സുമാരെയും കെയർ വർക്കർമാരെയും ആശ്രയിച്ചു പോന്നിരുന്ന യുകെയിലെ ആരോഗ്യ സംവിധാനം പെട്ടെന്നുണ്ടായ നയപരമായ മാറ്റങ്ങൾ മൂലം തകർച്ചയുടെ പാതയിലാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഹോം ഓഫീസ് പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ ഈ ഭയത്തെ ശരിവെക്കുന്നതാണ്. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ യുകെയിലേക്ക് എത്തുന്ന വിദേശ ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണത്തിൽ ഉണ്ടായ കുറവ് കേവലം ഒരു ചെറിയ വ്യതിയാനമല്ല, മറിച്ച് ഒരു വലിയ തകർച്ചയാണ്. 2021 ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ വിസ അനുവദിക്കൽ നിരക്കാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2022 ഏകദേശം 26,100 വിദേശ നേഴ്സുമാർ യുകെയിൽ എത്തിയ സ്ഥാനത്ത് 2025 ഈ സംഖ്യ വെറും 1,777 ചുരുങ്ങി. അതായത് ഏകദേശം 93% ഇടിവ്. കെയർ വർക്കർമാർ, നേഴ്സുമാർ, ആംബുലൻസ് ജീവനക്കാർ, ഡെന്റൽ വർക്കർമാർ എന്നിവർ ഉൾപ്പെടുന്ന ഈ വലിയ വിഭാഗത്തിൽ 97% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2023 1,07,847 പേർക്ക് വിസ അനുവദിച്ച സ്ഥാനത്ത് 2025 അത് വെറും 3,178 കുറഞ്ഞു. ഈ കണക്കുകൾ വിരൽ ചൂണ്ടുന്നത് യുകെയിലെ ഹോസ്പിറ്റലുകളിലും കെയർ ഹോമുകളിലും വരും മാസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന കടുത്ത ജീവനക്കാരുടെ ക്ഷാമത്തിലേക്കാണ്. യുകെ ഗവൺമെന്റ് നടപ്പിലാക്കിയ കർക്കശമായ കുടിയേറ്റ നിയമങ്ങളാണ് ഈ പ്രതിസന്ധിക്ക് പിന്നിലെ പ്രധാന വില്ലൻ. പ്രത്യേകിച്ചും ലേബർ പാർട്ടിയുടെ അധികാരത്തിലേക്കുള്ള വരവും തുടർന്നുണ്ടായ പ്രഖ്യാപനങ്ങളും ഇതിൽ വലിയ പങ്കുവഹിച്ചു. കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ നടത്തിയ പ്രഖ്യാപനം കുടിയേറ്റത്തിന്റെ സകല മേഖലകളിലും നിയന്ത്രണം കൊണ്ടുവരുന്നതായിരുന്നു. തൊഴിൽ, പഠനം, കുടുംബം എന്നീ 3 മേഖലകളിലും നിയമങ്ങൾ കടുപ്പിച്ചു. വിദേശത്തു നിന്നുള്ള വിദഗ്ധ തൊഴിലാളികൾക്ക് യുകെയിൽ എത്തുന്നതിന് നിശ്ചയിച്ചിരുന്ന ശമ്പള പരിധി ഉയർത്തുകയും ആശ്രിതരെ കൂടെ കൂട്ടുന്നതിൽ കർക്കശമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തത് വിദേശികളെ യുകെയിൽ നിന്നും അകറ്റി. വിദേശ റിക്രൂട്ട്മെന്റ് കുറയ്ക്കുന്നതിലൂടെ ആഭ്യന്തരമായി തൊഴിലില്ലായ്മ പരിഹരിക്കാമെന്നും ബ്രിട്ടീഷ് പൗരന്മാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകാമെന്നുമാണ് സർക്കാർ വാദിക്കുന്നത്. എന്നാൽ ആരോഗ്യ മേഖലയിലെ യാഥാർത്ഥ്യം ഇതിൽ നിന്നും തികച്ചും വിഭിന്നമാണ്. റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് വാക്താക്കൾ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ വിദേശ നഴ്സുമാരുടെ കുറവ് നികത്താൻ നിലവിലുള്ള ആഭ്യന്തര റിക്രൂട്ട്മെന്റുകൾക്ക് സാധിക്കില്ല. യുകെയിലെ തദ്ദേശീയരായ ആളുകൾ നഴ്സിംഗ്, കെയർ മേഖലകളിലേക്ക് കടന്നു വരാൻ വിമുഖത കാണിക്കുന്നുണ്ട്. ഇതിന്റെ പ്രധാന കാരണങ്ങൾ കുറഞ്ഞ വേതനവും കഠിനമായ ജോലിഭാരവുമാണ്. ആഭ്യന്തരമായി കൂടുതൽ നഴ്സുമാരെ പരിശീലിപ്പിച്ചെടുക്കുന്നതിനോ അവർക്ക് മെച്ചപ്പെട്ട വേതനം നൽകുന്നതിനോ ആവശ്യമായ നിക്ഷേപം നടത്താതെ വിദേശികളുടെ വരവ് തടയുന്നത് ആത്മഹത്യാപരമായ തീരുമാനമാണെന്നും വിദഗ്ധർ വിലയിരുത്തുന്നു. ആവശ്യത്തിന് നേഴ്സുമാരില്ലാത്തതിനാൽ നിലവിലുള്ള ജീവനക്കാർ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാവുകയും അവർ ജോലി ഉപേക്ഷിച്ച് പോവുകയും ചെയ്യുന്ന സാഹചര്യം ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. ഈ പ്രതിസന്ധി ആരോഗ്യ മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല, ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയും ദോഷകരമായി ബാധിക്കും. ജീവനക്കാരുടെ കുറവ് മൂലം കെയർ ഹോമുകളുടെയും സ്വകാര്യ ആശുപത്രികളുടെയും പ്രവർത്തന ചെലവ് വർദ്ധിക്കും. ഇത് പണപ്പെരുപ്പത്തിലേക്കും നയിക്കും. NHSന്റെ പ്രവർത്തനം സുഗമമാക്കാൻ സർക്കാർ കൂടുതൽ ഫണ്ട് കണ്ടെത്തേണ്ടി വരും. ഇത് ആത്യന്തികമായി നികുതി വർധനവിനും കാരണമാകുന്നു. ശസ്ത്രക്രിയകൾക്കും മറ്റുമായി കാത്തിരിക്കേണ്ടി വരുന്ന സമയം ഇനിയും വർദ്ധിക്കും. ഇത് ചികിത്സാ ചെലവ് കൂട്ടുന്നതിനൊപ്പം ജനങ്ങളുടെ ആരോഗ്യത്തെയും ബാധിക്കും. യുകെയിലെ ജനസംഖ്യയിൽ പ്രായമായവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഇവരെ പരിചരിക്കാൻ ആവശ്യത്തിന് കെയർ വർക്കർമാർ ഇല്ലാത്തത് വലിയൊരു സാമൂഹിക ദുരന്തത്തിലേക്ക് വഴിമാറാം. നേഴ്സുമാരുടെയും കെയർ വർക്കർമാരുടെയും മാത്രമല്ല, വിസ നിബന്ധനകളിലെ മറ്റും പല പ്രൊഫഷനുകളുടെയും ബാധിച്ചിട്ടുണ്ട്. ശാസ്ത്രജ്ഞർ, തെറാപ്പിസ്റ്റുകൾ, വിദ്യാഭ്യാസ വിദഗ്ധർ, വ്യാപാരികൾ എന്നിവരുടെ വരവിലും വലിയ കുറവുണ്ടായിട്ടുണ്ട്. സ്കിൽഡ് വർക്കർമാർ വിസകളുടെ എണ്ണത്തിൽ തുടർച്ചയായ 9ാം തവണയും കുറവ് രേഖപ്പെടുത്തിയത് ഇതിന് തെളിവാണ്. യുകെ ഒരു വിദഗ്ധ തൊഴിലാളി സൗഹൃദ രാജ്യമല്ല എന്ന തോന്നൽ ലോകമെമ്പാടുമുള്ള പ്രൊഫഷണലുകൾക്കിടയിൽ ഉണ്ടായിട്ടുമുണ്ട്. യുകെയിലേക്ക് കുടിയേറുന്നവരിൽ വലിയൊരു വിഭാഗം മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരാണ്. നിലവിലെ സാഹചര്യത്തിൽ യുകെ സ്വപ്നം കണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് നേഴ്സുമാരുടെയും കെയർ വർക്കർമാരുടെയും ഭാവിയാണ് അനിശ്ചിതത്വത്തിലായിരിക്കുന്നത്. വിസ സ്പോൺസർഷിപ്പ് ലഭിക്കുന്നതിലെ ബുദ്ധിമുട്ടും കുടുംബത്തെ കൂടെ കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യവും കാരണം പലരും അയർലൻഡ്, ജർമ്മനി, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് തങ്ങളുടെ ലക്ഷ്യം മാറ്റുകയാണ്. യുകെയിലെ ആരോഗ്യ മേഖല അഭിമുഖീകരിക്കുന്നത് വെറും ഒരു ജീവനക്കാരുടെ കുറവല്ല, മറിച്ചൊരു ഘടനാരീതിയിലുള്ള തകർച്ചയാണ്. വിദേശ റിക്രൂട്ട്മെന്റുകളെ പാടെ അവഗണിച്ചുകൊണ്ട് ഒരു രാജ്യത്തെ ആരോഗ്യ സംവിധാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. വിദേശത്തു നിന്നുള്ള നൈപുണ്യമുള്ള തൊഴിലാളികളെ ആകർഷിക്കുന്നതിനും അവരെ നിലനിർത്തുന്നതിനും ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ ബ്രിട്ടനിലെ ആരോഗ്യ സേവനങ്ങൾ അപ്രാപ്യമാവുകയും രാജ്യം വലിയൊരു സാമ്പത്തിക, സാമൂഹിക തകർച്ചയിലേക്ക് നീങ്ങുകയും ചെയ്യും. നിയമങ്ങൾ ശക്തമാക്കുന്നത് ഇമിഗ്രേഷൻ കുറയ്ക്കാൻ സഹായിച്ചേക്കാം, പക്ഷേ അത് രാജ്യത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ആവശ്യ സർവീസുകളെ തകർക്കുന്ന തരത്തിലാകരുതെന്നാണ് ലോകമെമ്പാടുമുള്ള വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. യുകെയിലെ നിലവിലെ ആരോഗ്യ മേഖലയിലെ പ്രതിസന്ധിയെ മറ്റ് പ്രധാന കുടിയേറ്റ രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വ്യക്തമായ ചില വ്യത്യാസങ്ങളും പ്രകടമാണ്.
UK വിസ നിയമങ്ങൾ കടുപ്പിക്കുകയും വിദേശ നഴ്സുമാരുടെ വരവ് 90% കുറയ്ക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അയർലൻഡ്, ഓസ്ട്രേലിയ, ജർമ്മനി, കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ കൂടുതൽ ഉദാരമായ നയങ്ങളുമായി ഉദ്യോഗാർത്ഥികളെ ആകർഷിക്കുകയാണ്. UKയുടെ അയൽരാജ്യമായ അയർലൻഡ് ഇപ്പോൾ മലയാളി നഴ്സുമാരുടെ പ്രിയപ്പെട്ട കേന്ദ്രമായി മാറിയിരിക്കുന്നു. UK കുടുംബാംഗങ്ങളെ കൊണ്ടുവരുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയപ്പോൾ അയർലൻഡ് നഴ്സുമാർക്കും മറ്റ് ആരോഗ്യ പ്രവർത്തകർക്കും തങ്ങളുടെ പങ്കാളിയെയും കുട്ടികളെയും ഒപ്പം കൂട്ടാനുള്ള സൗകര്യം ലളിതമാക്കിയിട്ടുണ്ട്. കൂടാതെ PR നടപടികൾ വേഗത്തിലാക്കിയും വലിയൊരു വിഭാഗത്തെ അങ്ങോട്ട് ആകർഷിക്കുന്നു. ഉയർന്ന ശമ്പളവും മികച്ച ജീവിത സാഹചര്യവുമാണ് ഓസ്ട്രേലിയയെ വ്യത്യസ്തമാക്കുന്നത്. UKയിൽ സ്കിൽഡ് വർക്കർ വിസകൾ കുറയുമ്പോൾ ഓസ്ട്രേലിയ ഹെൽത്ത് കെയർ പ്രൊഫഷണലുകൾക്കുമായി പ്രത്യേക പ്രയോറിറ്റി പ്രോസസ്സിംഗ് ഏർപ്പെടുത്തി വിസ നടപടികൾ വേഗത്തിലാക്കുന്നു. ജർമ്മനിയിൽ ഭാഷാ പഠനം ഒരു വെല്ലുവിളിയാണെങ്കിലും സൗജന്യ വിദ്യാഭ്യാസവും മികച്ച സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും വാഗ്ദാനം ചെയ്ത് ജർമ്മനി നഴ്സുമാരെ വൻതോതിൽ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. പല പ്രോഗ്രാമുകളിലൂടെയും തുടക്കക്കാർക്കും അവിടെ അവസരങ്ങൾ ലഭിച്ചു തുടങ്ങി. ചുരുക്കത്തിൽ UK വാതിലുകൾ അടയ്ക്കുമ്പോൾ മറ്റ് വികസിത രാജ്യങ്ങൾ വിദഗ്ധരായ ആരോഗ്യ പ്രവർത്തകർക്കായി വാതിലുകൾ തുറന്നിടുകയാണ്. ഇത് UKയുടെ ആരോഗ്യരംഗത്തെ തകർച്ച പൂർണ്ണമാക്കാൻ കാരണമായേക്കാം. കാരണം മികച്ച ഉദ്യോഗാർത്ഥികൾ സ്വാഭാവികമായും കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്ന രാജ്യങ്ങളിലേക്ക് തിരിയും.